റിപ്പോർട്ടർ ബിഗ് പൊളിറ്റിക്കൽ ബ്രേക്കിംഗ്. CPM-നോട് അടുക്കാൻ വെൽഫെയർ പാർട്ടി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM-മായി പ്രാദേശിക കൂട്ടുകെട്ടുണ്ടാക്കാനാണ് ശ്രമം. BJP ഒഴികെ ഏതു പാർട്ടിയുമായും നീക്കുപോക്കുകൾക്ക് തയ്യാറാണെന്ന് സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി റിപ്പോർട്ടറിനോട് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വെൽഫെയർ പാർട്ടിയെ CPM വിമർശിച്ചത് പ്രത്യേക സാഹചര്യത്തിലാണെന്നും റസാഖ് വിശദീകരിച്ചു. കേൾക്കാം. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഏത് മുന്നണിയുമായും പ്രാദേശിക നീക്കുപോക്ക് ഉണ്ടാക്കാം എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. BJP ഒഴികെ ഏത് പാർട്ടികളുമായും നീക്കുപോക്ക് ഉണ്ടാക്കാം. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. കേരളത്തിൽ വെൽഫെയർ പാർട്ടിയെ CPM വിമർശിക്കാനുള്ള സാഹചര്യം നിങ്ങൾ വിലയിരുത്തിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. CPM മറ്റൊരു നരേഷൻ കഴിഞ്ഞ കുറച്ചു കാലമായി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രത്യേകമായ ഒരു ലൈൻ രൂപപ്പെടുത്തുകയാണ്. അതിന്റെ ഭാഗമായി ചിലരെ തീവ്രവാദികളും ഭീകരവാദികളൊക്കെ ആക്കാനുള്ള ശ്രമം നടത്തുന്നു. ആ ഒരു നരേഷൻ ബിൽഡിങ്ങിന്റെ ഭാഗമായി പലരെയും വിമർശിക്കുന്ന കൂട്ടത്തിൽ വെൽഫെയർ പാർട്ടിയെയും വിമർശിച്ചിട്ടുണ്ടാകും. അത്രേ മാത്രമേ ഞങ്ങൾ അതിൽ കാണുന്നുള്ളൂ. പ്രാദേശിക നീക്കുപോക്കുകൾ ഏത് രൂപത്തിലാണ് രൂപപ്പെടുക എന്നത് പ്രാദേശിക സാഹചര്യങ്ങൾക്ക് അടിസ്ഥാനത്തിലാണ് ഉണ്ടാകുക. റഹീസ് റഷീദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റഹീസ്, ഗുഡ് മോർണിംഗ്. റഹീസ്, വെൽഫെയർ പാർട്ടി ഇങ്ങനെയല്ലല്ലോ നിലപാട് നേരത്തെ എടുത്തിരുന്നത്. കാരണം UDF-ഉമായിട്ടായിരുന്നു ഉപതെരഞ്ഞെടുപ്പുകളിൽ ചിലയിടങ്ങളിൽ പുറത്തു നിന്നുള്ള ഒരു പിന്തുണയും സഖ്യവുമൊക്കെ ഉണ്ടായിരുന്നത്. ജമാഅത്തേക്ക് CPM ആണെങ്കിൽ വളരെ നിശിതമായ വിമർശനമാണ് ജമാഅത്തേക്കെതിരെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇപ്പോൾ പ്രാദേശികമായ നീക്കുപോക്കുകളാകാം, ഏത് മുന്നണിയുമായും ആകാം എന്ന നിലയിലേക്ക് വെൽഫെയർ പാർട്ടി മാറുകയാണോ റഹീസ് റഷീദ്? ഗുഡ് മോർണിംഗ് അരുൺ. UDF-ന്റെ ഘടകകക്ഷി അല്ല ടെക്നിക്കലായി വെൽഫെയർ പാർട്ടി എന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ UDF-ലെ ഘടകകക്ഷിയെ പോലെ തന്നെയായിരുന്നു വെൽഫെയർ പാർട്ടിയുടെ പ്രവർത്തനവും. അതിരൂക്ഷമായ വിമർശനം വെൽഫെയർ പാർട്ടിക്കും അതിന്റെ മാതൃസംഘടനയായ ജമാഅത്തെ ഇസ്ലാമിക്കുമെതിരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പും ശേഷവുമൊക്കെ CPIM-ഉം LDF നേതാക്കളും നടത്തുന്നതും നമ്മൾ കണ്ടതാണ്. അതിനിടെയാണ് വളരെ നിർണായകമായ ഒരു നീക്കത്തിലേക്ക് വെൽഫെയർ പാർട്ടി ചുവട് വെക്കുന്നത്. അത് സക്സസ് ആകുമോ എന്ന് തീരുമാനിക്കേണ്ടത് CPIM ആണ്. എങ്കിൽ പോലും അവരെ വളഞ്ഞിട്ട് കടന്നാക്രമിക്കുന്ന ഒരു മുന്നണിയുമായി, ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി കൂട്ടുചേരാൻ ഉള്ള ഒരു തീരുമാനം വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം എടുത്തിരിക്കുന്നു. അത് പ്രാദേശിക നേതൃത്വങ്ങളെ അറിയിക്കുകയും ചെയ്തു. പരമാവധി കൂട്ടുകെട്ടുണ്ടാക്കി BJP ഒഴികെയുള്ള ആരുമായും കൂട്ടുകെട്ടുണ്ടാക്കാനാണ് ശ്രമം. അതിൽ നമ്മൾ റസാഖ് പാലേരിയോട് ചോദിച്ചു, ഇത്ര ആക്രമണം നടത്തിയ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി കൂട്ടുകെട്ടുണ്ടാക്കുന്നത് ആത്മഹത്യപരമല്ലേ എന്ന ചോദ്യത്തിന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ പ്രാദേശികമായി CPM-ഉമായി കൂട്ടുകെട്ടുണ്ടാക്കുന്നതിൽ അണികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നതാണ് അദ്ദേഹം പറയുന്ന വിശദീകരണം. എന്ന് മാത്രമല്ല, CPIM ആക്രമിച്ചത് തീവ്രവാദ പട്ടം നൽകിയതുപോലും ചില മറ്റു കക്ഷികളെ അല്ലെങ്കിൽ മറ്റു എതിരാളികളെ ആക്രമിക്കുന്നത് പോലെയുള്ള ഒരു എതിർപ്പാണ് ഞങ്ങൾക്കെതിരെ ഉണ്ടായത് എന്ന ന്യായീകരണവും ഒരു നിസാരവൽക്കരണവും അതിലുണ്ട്. അതായത് മാനസികമായി CPI-യുമായി കൂട്ടുചേരാനുള്ള തീരുമാനത്തിലേക്ക് നേതാക്കൾ എടുത്തു എന്ന് മാത്രമല്ല, മാനസികമായി അതിന്റെ പൊരുത്തപ്പെടലിലേക്ക് പോവുകയാണ്. പക്ഷേ ഇക്കാര്യത്തിൽ CPIM-ഉം LDF-ഉം എന്തു മറുപടി പറയും എന്നതാണ് അറിയേണ്ടത്. അതനുസരിച്ചായിരിക്കും മുന്നോട്ടുള്ള പോക്കും. അരുൺകുമാർ. ഓക്കെ, റഹീസ് റഷീദാണ് വാർത്ത കൈകാര്യം ചെയ്തത്. താങ്ക് യു റഹീസ്.